بسم الله الرحمن الرحيم أفمن هذا الحديث تعجبون وتضحكون ولا تبكون وأنتم سامدون فاسجدوا لله واعبدوا صدق الله مولانا العلي العظيم. ബഹുമാന്യരായ സത്യവിശ്വാസികളെ, സത്യവിശ്വാസിനികളെ, അല്ലാഹു സുബ്ഹാനഹു വ തആലയെ സൂക്ഷിച്ച് ജീവിക്കണമേ എന്ന് ആദ്യമായി വസീയത്ത് ചെയ്യുകയാണ്, ഗുണകാംക്ഷപൂർവ്വം ഓർമ്മപ്പെടുത്തുകയാണ്. വിശുദ്ധ റമളാനിലെ പകലിരവുകളിലെ നമ്മുടെ പ്രാർത്ഥനകൾ, പ്രവർത്തനങ്ങൾ എല്ലാം സ്വീകരിച്ച് നാളെ ജന്നാത്തുൽ ഫിർദൗസ് ലഭിക്കുന്ന സാലിഹ്യങ്ങളിൽ അല്ലാഹു തആല നമ്മേവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ. റമളാൻ അത് കഴിയാൻ പോവുകയാണ്. റമളാനിലെ അവസാനത്തെ വെള്ളിയാഴ്ചയുമാണ്. ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം ഒരു മനുഷ്യായുസ്സിൽ കൃത്യമായി പറഞ്ഞാൽ 83 വർഷവും 4 മാസവും തിരിച്ചു തരാൻ പറ്റുന്ന, ലൈലത്തുൽ ഖദർ പ്രതീക്ഷിക്കപ്പെടുന്ന ദിനങ്ങൾ എന്ന് പറയാൻ മാത്രം ഇല്ലെങ്കിലും മണിക്കൂറുകൾ മാത്രമാണ് ഇനി നമ്മുടെ മുമ്പിൽ അവശേഷിക്കുന്നത്. നമ്മുടെ ജീവിതത്തിലെ ഏറ്റവും വലിയ ഒരു പ്രാർത്ഥനയ്ക്ക്, ഒരു ദുആഇന് വേണ്ടിയാണ് അവസാനത്തെ 10 പലരും ശ്രമിക്കാറുള്ളത്. നമ്മളൊക്കെ ധരിച്ച് വശായതുപോലെ അല്ലാഹുമ്മ അഅ്തിഖ്നി മിനന്നാർ വ അദ്ഖിൽനിൽ ജന്നത യാ റബ്ബൽ ആലമീൻ എന്ന് 3 പ്രാവശ്യം ഫർള് നമസ്കാരാനന്തരം പറഞ്ഞാൽ, അങ്ങനെ പറഞ്ഞാൽ മാത്രം നമ്മുടെ നരകവിമോചനവും സ്വർഗലബ്ധിയും നമ്മൾ ഉറപ്പിച്ചു എന്ന് കരുതിയിട്ടുണ്ട് എങ്കിൽ അത് ഏറ്റവും വലിയ അബദ്ധമാണ് എന്ന് നമ്മൾ തിരിച്ചറിയേണ്ടുന്ന മണിക്കൂറുകളാണ് ഇനിയെങ്കിലും നമ്മുടെ മുമ്പിൽ അവശേഷിക്കുന്നത്. ഒരുപക്ഷെ അവസാനത്തെ 10 മാത്രമല്ല, ജീവിതത്തിൻ്റെ എല്ലാ സന്ദർഭങ്ങളിലും നമ്മൾ പ്രാർത്ഥിക്കേണ്ടുന്ന, നമ്മുടെ ജീവിതത്തിൻ്റെ ലക്ഷ്യമാവേണ്ടുന്ന ഒരു പ്രാർത്ഥന കൂടിയാണത്. റബ്ബേ, നരകത്തിൽ നീ ഞങ്ങളെ ഇടരുതേ എന്ന പ്രാർത്ഥന, ഞങ്ങൾക്ക് നീ സ്വർഗം തരയണമേ എന്ന ദുആ നമ്മുടെ ജീവിതത്തിൻ്റെ ഓരോ നിമിഷത്തിലും നമ്മോടൊപ്പം ഉണ്ടാവേണ്ടുന്ന ഒന്നാണ്. സാധാരണഗതിയിൽ ദുആഇന് നമ്മൾ കണ്ടെത്തിയ ഒരു ഭാഷയുണ്ട്. ദുആഇൻ്റെ ഭാഷ യഥാർത്ഥത്തിൽ അറബിയല്ല, പ്രാർത്ഥനയുടെ ഭാഷ മലയാളവുമല്ല, മറ്റേതെങ്കിലും നമ്മൾ കണ്ടു പരിചയിച്ചിട്ടുള്ള ഭാഷയുമല്ല. പ്രാർത്ഥനയുടെ ഭാഷ എന്ന് പറയുന്നത് യഥാർത്ഥത്തിൽ ഹൃദയമാണ്. കണ്ണുനീരിൻ്റെ അകമ്പടിയോടുകൂടി ഹൃദയം കൊണ്ട് പ്രാർത്ഥിച്ചാൽ നമ്മുടെ ദുആ അല്ലാഹു സുബ്ഹാനഹു വ തആല സ്വീകരിക്കും. ഒരു സംശയവും അത്തരം പ്രാർത്ഥനകളുടെ ഉത്തരത്തിൻ്റെ വിഷയത്തിൽ നമ്മൾ സംശയിക്കേണ്ടതില്ല. ലാ തലിജുന്നാർ ഐനുൻ ബക്കത് മിൻ ഖശ്യത്തില്ല. അള്ളാഹുവിനെ ഓർത്ത് കരഞ്ഞ ഒരു കണ്ണും നരകം സ്പർശിക്കുന്നതല്ല എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നുണ്ട്. വരുന്ന മണിക്കൂറുകളിൽ കണ്ണുനീരോടുകൂടിയുള്ള പ്രാർത്ഥന നമ്മുടെ ഭാഗത്തു നിന്നുണ്ടാവേണ്ടതുണ്ട്. നമ്മൾ എന്തുകൊണ്ട് ദുആ ചെയ്യണമെന്ന് ഒരു നിമിഷം നമ്മൾ ആലോചിച്ചാൽ നമുക്ക് മനസ്സിലാവും. വെള്ളിയാഴ്ച ദിവസം ഖത്തീബ് മിമ്പറിൽ കയറി തഖ്വ കൊണ്ട് വസീയത്ത് ചെയ്യുന്ന ഒരു ആയത്തുണ്ട്. യാ അയ്യുഹല്ലദീന ആമനു തഖുല്ലാഹ ഹഖ തുഖാതി വലാ തമൂതുന്ന ഇല്ലാ വ അൻതും മുസ്ലിമൂൻ. ഈ ആയത്തിൻ്റെ 1-ാമത്തെ ഭാഗം വിശ്വാസികളെ വിളിച്ചുകൊണ്ട് അല്ലാഹു തആല പറയുന്നതാണ്. യാ അയ്യുഹല്ലദീന ആമനു, ഈമാനുള്ളവരെ എന്ന് വിളിച്ചിട്ട് അല്ലാഹു തആല പറയുന്നത്
നിങ്ങൾ അള്ളാഹുവിനോട് സൂക്ഷ്മതാബോധം പുലർത്തണം, തഖ്വ നിങ്ങൾ പുലർത്തണമെന്നാണ്. ഈ ആയത്തിൻ്റെ രണ്ടാമത്തെ ഒരു കഷ്ണമുണ്ട്, ഈമാനുള്ളവരെ എന്ന് വിളിച്ചിട്ട് ആ ആയത്ത് അവസാനിക്കുന്നത് വലാ തമൂതുന്ന ഇല്ലാ വ അൻതും മുസ്ലിമൂൻ, നിങ്ങൾ മുസ്ലിമീങ്ങളായിട്ടല്ലാതെ മരിച്ചു പോകരുതേ ഈമാനുള്ളവരെ എന്ന് അല്ലാഹു തആല സ്നേഹപൂർവ്വം നമ്മൾ ഓർമ്മപ്പെടുത്തുകയാണ്. യഥാർത്ഥത്തിൽ ആ പറഞ്ഞതിൻ്റെ അർത്ഥം എന്താണ്? മുസ്ലിമായി ജനിച്ചവരൊക്കെ മുസ്ലിമായി മരിക്കണം എന്നില്ല എന്നാണ് പറഞ്ഞതിൻ്റെ താല്പര്യം. മാതാപിതാക്കൾ മുസ്ലിമീങ്ങളായിരുന്നു, ഒരുപാട് റമളാനുകൾ ജീവിതത്തിലൂടെ കടന്നുപോയിട്ടുണ്ട്, മുസ്ലിം കുടുംബാന്തരീക്ഷത്തിൽ വളർന്നു എന്ന് മാത്രമല്ല, എൻ്റെ പേര് ഏറ്റവും സുന്ദരമായ, കേൾക്കാൻ മനോഹരമായിട്ടുള്ള അറബി പേരായിരുന്നു എന്നതുകൊണ്ട് തന്നെ അയാൾ മുസ്ലിമായി മരിച്ചു കൊള്ളണമെന്നില്ല എന്നാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല വിശ്വാസികളെ വിളിച്ചിട്ട് നിങ്ങൾ മുസ്ലിമീങ്ങളായിട്ടല്ലാതെ മരിക്കരുത് എന്ന് പറഞ്ഞതിൻ്റെ താല്പര്യം. മരണം അത് ഏത് സന്ദർഭത്തിൽ പിടികൂടിയാലും ആ സന്ദർഭത്തിൽ ഞാൻ മുസ്ലിമായിരിക്കും എന്ന് ഉറപ്പുവരുത്തണം എന്നാണ് അല്ലാഹു തആല പറഞ്ഞത്. വലാ തമൂതുന്ന ഇല്ലാ വ അൻതും മുസ്ലിമൂൻ, നിങ്ങൾ മുസ്ലിമീങ്ങളായിട്ടല്ലാതെ മരിക്കരുത്. മുസ്ലിം സമൂഹത്തിലുള്ള വലിയൊരു വിഭാഗം, നമ്മുടെയും പലപ്പോഴുമുള്ള തെറ്റിദ്ധാരണ, മുസ്ലിമായ ഒരു കുടുംബത്തിൽ പിറന്നാൽ മുസ്ലിമായി തന്നെ നമ്മൾ മരിച്ചു പോകും എന്ന ആത്മവിശ്വാസത്തിലാണ് നമ്മൾ പലപ്പോഴും ജീവിതം മുമ്പോട്ട് കൊണ്ടുപോകാറുള്ളത്. അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ ധാരണ പല സന്ദർഭങ്ങളിൽ വിശുദ്ധ ഖുർആനിലൂടെ തിരുത്തുന്നുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല ആ ധാരണ തിരുത്താൻ വേണ്ടി ഉപയോഗിച്ച മനുഷ്യരെ കുറിച്ച് പഠിച്ചാൽ, ആരൊക്കെ വെച്ചിട്ടാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ ബോധം നമുക്ക് നൽകുന്നത് എന്ന് പരിശോധിച്ചാൽ, അല്ലാഹു സുബ്ഹാനഹു വ തആല പ്രത്യേകം തിരഞ്ഞെടുത്ത പ്രവാചകന്മാരുടെ ജീവിതം മുന്നിൽ വെച്ചുകൊണ്ടാണ് അല്ലാഹു തആല യാഥാർത്ഥ്യം പറയുന്നത്. ഒരു പ്രവാചകന്റെ പിതാവായതുകൊണ്ട് മാത്രം, അല്ലെങ്കിൽ ഒരു പ്രവാചകന്റെ വാപ്പയായതുകൊണ്ട് നരകത്തിന്റെ വിറകായി മാറിയ ആളാണ് ആസർ. ഭൂരിപക്ഷം പണ്ഡിതന്മാരും ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാമയുടെ പിതാവിനെ പരിചയപ്പെടുത്തുന്നത് താറഹ് എന്ന പേരിലാണ്. ഇബ്രാഹിം നബിയുടെ പിതാവായിരുന്നു അദ്ദേഹം. പ്രവാചകന്റെ മകനായിരിക്കെ നരകത്തിലേക്ക് പോകുന്നയാളാണ് നൂഹ് നബി അലൈഹിസ്സലാത്തു വസ്സലാമയുടെ മകൻ. പ്രവാചകന്റെ ഭാര്യയായിരിക്കെ നരകത്തിലേക്ക് പോകുന്ന ആളാണ് ലൂത്ത് നബി അലൈഹിസ്സലാമയുടെയും നൂഹ് നബി അലൈഹിസ്സലാത്തു വസ്സലാമയുടെയും ഭാര്യമാർ. മഹാനായ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കുടുംബമായിരിക്കെ തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം പിറന്നു വീണപ്പോൾ തൻ്റെ കൈകൾ കൊണ്ട് കോരിയെടുത്ത് അബ്ദുൽ മുത്തലിബിന്റെ അടുത്തേക്ക് ഓടിച്ചെന്ന് സമ്മിഹി ഹാദബിനി അഹി, ഇവന് പേരിടൂ, ഇവൻ എൻ്റെ സഹോദരൻ്റെ പുത്രനാണ് എന്ന് പറഞ്ഞ് ഓടിച്ചെല്ലുന്ന അബൂലഹബ് നരകവാസികളിൽപ്പെട്ടവനാണ്, പ്രവാചകന്റെ മൂത്താപ്പ എന്ന് വിശുദ്ധ ഖുർആൻ സാക്ഷ്യപ്പെടുത്തുന്നുണ്ട്. തിരുമേനിയുടെ സ്വന്തം പിതൃവ്യനായിരുന്നു അബൂലഹബ്. അല്ലാഹു സുബ്ഹാനഹു വ തആല ഒരുപക്ഷെ പ്രവാചക കുടുംബത്തിൽ പിറന്നാൽ നല്ല മുസ്ലിം പേരുണ്ടായിരിക്കെ, മുസ്ലിം കുടുംബത്തിൽ പിറന്നിരിക്കെ നമ്മളൊക്കെ മുസ്ലിമായി മരണപ്പെട്ടു പോകും എന്ന് നിങ്ങൾ ധരിക്കേണ്ടതില്ല എന്ന് അല്ലാഹു തആല ഓർമ്മപ്പെടുത്താൻ വേണ്ടി സൃഷ്ടിശ്രേഷ്ഠരായിട്ടുള്ള പ്രവാചകന്മാരെയും അവരുടെ ഭാര്യമാരെയും അവരുടെ മക്കളെയും ഉദാഹരണമായി പറഞ്ഞുകൊണ്ടാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ ബോധ്യം നമുക്ക് നൽകുന്നത്. സാക്ഷാൽ പ്രവാചകന്റെ പ്രാർത്ഥന പോലും, എന്തുകൊണ്ടാണ് അങ്ങിങ്ങനെ പ്രാർത്ഥിക്കുന്നത്, ഇത്രയധികം ഈ പ്രാർത്ഥന ഉരുവിടുന്നത് എന്ത് എന്ന് ആയിഷ ബീവി ചോദിക്കുമ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ആയിഷ ബീവിയോട് ഈ പ്രാർത്ഥന വർദ്ധിപ്പിച്ചുകൊണ്ടേയിരിക്കേണ്ടതിന്റെ ആവശ്യകത പറഞ്ഞു കൊടുക്കുന്നുണ്ട്. അല്ലാഹുമ്മ യാ മുഖല്ലിബൽ ഖുലൂബ് സബ്ബിത് ഖൽബി ഫീ ദീനിക്, ഹൃദയങ്ങളെ മാറ്റിമറിക്കുന്ന പടച്ചോനെ, ഞങ്ങളെ ഈ ദീനിൽ നീ സ്ഥൈര്യം നൽകണമേ എന്ന പ്രാർത്ഥന പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പോലും അവിടുന്ന് നിരന്തരമായി അവിടുന്ന് നടത്തിയിരുന്ന അർത്ഥനകളിൽപ്പെട്ടതാണ് എന്ന് കാണാൻ കഴിയും. റമളാൻ നമ്മിൽ വലിയ മാറ്റങ്ങളാണ് വരുത്തിയത്.
റമദാൻ നമ്മിൽ വരുത്തിയ മാറ്റങ്ങളെക്കുറിച്ച് നമ്മളൊന്ന് പരിശോധിച്ചാൽ ഒരുപക്ഷെ നാം പൂർണ്ണമായി വിശുദ്ധരായി പാപവിമുക്തരായി വലിയ ആത്മാർത്ഥതയോടുകൂടി വലിയ അഭിമാനബോധത്തോടുകൂടിയാണ് റമദാനെ നമ്മൾ യാത്ര അയക്കുന്നത്. എന്തെല്ലാം മാറ്റങ്ങളാണ് റമദാൻ നമ്മളിൽ വരുത്തിയത്. സാധ്യമല്ലെന്ന് തോന്നിയ പലതും നമുക്ക് സാധ്യമാണ് എന്ന് നമുക്ക് ഓർമ്മപ്പെടുത്തിയതായിരുന്നു ഈ റമദാൻ. വിശപ്പ് സഹിക്കാൻ, ഉറക്കമൊഴിക്കാൻ, രാവിലെ ഉണരാൻ, തഹജ്ജുദ് നമസ്കരിക്കാൻ, സുബഹിന്റെ മുമ്പത്തെ സുന്നത്ത് ഈ മാസങ്ങളിലേതുപോലെ അത്ര ആത്മാർത്ഥമായി നിർവഹിക്കാൻ പ്രിയപ്പെട്ടവരെ നമുക്ക് സാധിച്ചിരുന്നില്ല. 5 നേരം പള്ളിയിൽ ജമാഅത്തായി നമസ്കരിക്കാൻ 11 മാസക്കാലത്തില്ലാത്ത ത്യാഗസന്നദ്ധത ബോധപൂർവം നമ്മൾ ഉണ്ടാക്കിയെടുത്തു. റവാത്തിബ് നമസ്കാരങ്ങൾ അത്രയൊന്നും പ്രാധാന്യമല്ലാതിരുന്ന നമ്മൾ റവാത്തിബുകൾ ശീലിച്ചു. വിത്ർ നമസ്കാരം ജീവിതത്തിന്റെ ഭാഗമാക്കി മാറ്റി. ഖുർആൻ പഠനത്തിനും പാരായണത്തിനുമുള്ള ഏതെല്ലാം വഴികളുണ്ടോ ആ വഴികളിലെല്ലാം നമ്മൾ പരമാവധി അതിൽ പങ്കെടുത്തു. ദുർഗുണങ്ങളുടെ നിയന്ത്രണം സാധ്യമാണ് എന്ന് പഠിപ്പിച്ച റമദാൻ. പരദൂഷണവും കളവും ദേഷ്യപ്പെടലും സമയം പാഴാക്കലും പരിഹാസവും പരിധിവിട്ട തമാശയും ഒക്കെ അല്പനേരത്തേക്ക് വേണ്ടെന്ന് വെക്കാൻ ശീലിപ്പിച്ച ഒരു റമദാൻ. നാവിൻ്റെ നിയന്ത്രണം യഥാർത്ഥത്തിൽ നോമ്പ് തന്നെയാണ് എന്ന് നമ്മൾ നന്നായി ബോധ്യപ്പെട്ട ഒരു റമദാനായിരുന്നു യഥാർത്ഥത്തിൽ നമ്മിൽ നിന്ന് യാത്രയാവുന്നത്. തസ്ബീഹുകൾ കൊണ്ട്, തഹ്ലീലുകൾ കൊണ്ട്, തഹ്മീദുകൾ കൊണ്ട്, ഇസ്തിഗ്ഫാറും തൗബയും കൊണ്ട് ജീവിതത്തെ മനോഹരമാക്കിയ ഒരു റമദാൻ നമ്മിൽ നിന്ന് യാത്ര ചെയ്യുമ്പോഴും നമ്മുടെ അകം നിറഞ്ഞ പ്രാർത്ഥനകളിൽ നമ്മളും പ്രാർത്ഥിക്കേണ്ടതുണ്ട്. പടച്ചവനെ, എൻ്റെ അന്ത്യം നന്നാക്കണമേ, ഈമാനോടുകൂടി നീ മരിപ്പിക്കണമേ എന്ന്. മുസ്ലിമായ ഒരു മനുഷ്യൻ അവിശ്വാസിയായി മരണപ്പെട്ടു പോകുന്ന, ഞാൻ പറഞ്ഞത് റമദാനുകളുടെ പാണ്ടക്കെട്ടുകളും റമദാനിലെ പുണ്യങ്ങളുടെ കൂമ്പാരവും ഒക്കെ നമ്മുടെ കയ്യിലുണ്ടായിരിക്കെ മുസ്ലിമായ ഒരു മനുഷ്യൻ അവിശ്വാസിയായി മരണപ്പെട്ടു പോകുന്ന ദൗർഭാഗ്യം എങ്ങനെയാണ് സംഭവിക്കുക? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അവിടുന്ന് പറയുന്നുണ്ട്, ഒരാൾ മുസ്ലിമായി ജീവിച്ചു കൊണ്ടിരിക്കെ അവിശ്വാസിയായി മരണപ്പെട്ടു പോകുന്ന ന്യായങ്ങൾ 2 എണ്ണമാണ്. ഒന്നാമത്തെ കാരണം റസൂലുള്ള പറഞ്ഞത് ഹുബ്ബുദ് ദുനിയ, ഒരാൾക്ക് ദുനിയാവിനോട് വല്ലാത്ത ഭ്രമവും ഇഷ്ടവും താല്പര്യവും ഉണ്ടാവുക. ദുനിയാവാണ് ഏറ്റവും വലുത് എന്നൊരാൾക്ക് തോന്നിപ്പോയാൽ, ഒരാൾ വിശ്വാസിയായിരിക്കെ അയാൾ അവിശ്വാസിയായി മരണപ്പെടാനുള്ള സാധ്യത കൂടുതലാണ്. അതുകൊണ്ട് എൻ്റെ സ്വർഗത്തേക്കാൾ വലുതാണ് ദുനിയാവ് എന്നൊരാൾക്ക് തോന്നലുണ്ടായാൽ മതി ഒരുത്തൻ നരകത്തിൽ പോവാൻ. ഈ ദുനിയാവിൻ്റെ സൗകര്യങ്ങളിൽ ഇതാണ് വലുത് എന്നൊരാൾക്ക് തോന്നിയാൽ അവൻ പെട്ടുപോകും എന്നാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്. തഈസ അബ്ദുദ് ദീനാരി വഅബ്ദുദ് ദിർഹം, ദീനാറിൻ്റെയും ദിർഹമിൻ്റെയും അടിമ അവൻ നശിച്ചു പോവുകയുള്ളൂ എന്ന് റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം ഓർമ്മപ്പെടുത്തുന്നുണ്ട്. മനുഷ്യന്റെ താല്പര്യങ്ങൾ പലപ്പോഴും ഭൗതികതയോടാണ് എന്ന യാഥാർത്ഥ്യം അല്ലാഹു തആല അത് കൃത്യമായി പറയുന്നുണ്ട്. ഇന്നഹു ലിഹുബ്ബിൽ ഖൈരി ലശദീദ്, ദുനിയാവിനെ വാരിക്കൂട്ടാനുള്ള തത്രപ്പാടിൽ പരലോകത്തെ മറന്നുപോയി എന്നതാണ് മനുഷ്യന്റെ ഏറ്റവും വലിയ പ്രശ്നം. രണ്ടാമതായി, ഒരാൾ അവിശ്വാസിയായി മരണപ്പെട്ടു പോവാനുള്ള കാരണം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു, പരലോക ബോധം ഒരാൾക്ക് നഷ്ടപ്പെട്ടു പോവുക എന്നതാണ്. പരലോകത്തെക്കുറിച്ചുള്ള ഓർമ്മ ഒരാൾക്ക് നഷ്ടപ്പെട്ടു പോയാൽ ഒരാൾ അവിശ്വാസിയായി മരിക്കാനുള്ള സർവ്വ സാധ്യതകളും അയാളുടെ മുമ്പിൽ തുറക്കപ്പെട്ടു എന്നാണ്. മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മിഅ്റാജിന്റെ രാത്രിക്ക് ശേഷം അവിടുന്ന് ചിരിക്കുന്നത് കണ്ടിട്ടേയില്ല എന്ന് സഹാബാക്കൾ സാക്ഷ്യപ്പെടുത്തുന്നുണ്ട്. ഇൽമുൽ യഖീനിലൂടെ, ഹഖുൽ യഖീനിലൂടെ, ഐനുൽ യഖീനിലൂടെ, നേർക്കാഴ്ചയിലൂടെ സ്വർഗനരകങ്ങൾ കണ്ട റസൂൽ അവിടുന്ന് പറയുന്നുണ്ട്, നരകത്തേക്കാൾ ഭീകരമായ ഒരു കാഴ്ചയും നരകത്തേക്കാൾ ഒരാളെ വ്യസനിപ്പിക്കുന്ന ഒരു കാഴ്ചയും ഞാൻ കണ്ടിട്ടേയില്ല. സ്വർഗത്തേക്കാൾ ഒരാളെ മോഹിപ്പിക്കുന്ന ഒരു കാഴ്ചയും ഞാൻ കണ്ടിട്ടേയില്ല എന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നത്, ആ പരലോകബോധം നമ്മുടെ ഹൃദയത്തിൽ എത്രമാത്രം ഉറച്ചു തുടങ്ങിയിട്ടുണ്ട്, എത്രമാത്രം നഷ്ടപ്പെട്ടു തുടങ്ങിയിട്ടുണ്ട് എന്ന ആലോചന കൂടി ഈ റമദാൻ നമ്മിൽ നിന്നും കൈവിട്ടു പോകുന്ന സന്ദർഭത്തിൽ
പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നാം ബോധപൂർവം ഉണ്ടാക്കിയെടുക്കേണ്ട ഓർമ്മയാണ്. ഞാൻ ആമുഖമായി ഓതിവെച്ച ഒരായത്തുണ്ട്. അല്ലാഹു തആല ചോദിക്കുന്നത്, പരലോകത്തെക്കുറിച്ച് പറയുമ്പോഴും നരകത്തെക്കുറിച്ച് നിങ്ങളോട് പറയുമ്പോൾ നിങ്ങളുടെ ഹൃദയത്തിൽ അതൊരു തരത്തിലുള്ള സ്വാധീനവും ഉണ്ടാക്കുന്നില്ലേ എന്ന് അല്ലാഹു തആല ചോദിക്കുകയാണ്. സ്വർഗവും നരകവും എന്നൊക്കെ കേൾക്കുമ്പോൾ നമ്മൾ കേട്ടിട്ടുള്ള ഒരു സ്വർഗ നരകങ്ങളുണ്ട്. മുടിയിഴകൾ 7 കീറി അതിലൂടെ നടന്നു പോകുന്നൊരു പാലം, അതിതീവ്രമായി തീഷ്ണമായി കത്തിക്കൊണ്ടിരിക്കുന്ന ഒരു പാതാളം, മനുഷ്യർ അതിൽ വീണുപോകുന്നു. ഇതൊക്കെ കേൾക്കുമ്പോഴും പറയുമ്പോഴുമൊക്കെ നമ്മുടെ മനസ്സിൽ പരലോകം ഏതർത്ഥത്തിൽ, ഏത് സങ്കല്പത്തിലാണ് നമുക്ക് കൊണ്ടുവരാൻ കഴിയുന്നത്? നമ്മളൊന്ന് ആലോചിച്ച് നോക്കൂ. തിളപ്പിച്ച ഒരു കപ്പ് ചായ കൈകൊണ്ട് പിടിക്കാൻ കഴിയാത്തത് കൊണ്ട് തുണി കൂട്ടിപ്പിടിച്ച് അത് വളരെ ലളിതമായി ഉപയോഗിക്കുന്നവരാണ് നമ്മൾ. പക്ഷെ ആ തുണിയൊന്ന് മാറി കൈ പൊള്ളിയാൽ വല്ലാതെ നമ്മൾ വേദനിക്കാറുണ്ട്. അയൺ ബോക്സ് ഉപയോഗിക്കുന്ന സമയത്ത് ഏതെങ്കിലും അർത്ഥത്തിൽ ഒന്ന് അബദ്ധവശാൽ കൈതട്ടാതിരിക്കാൻ നാം പുലർത്തുന്ന ഒരു ജാഗ്രതയുണ്ട്. മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മദീനയിലൂടെ ഒരു രാത്രി, ഒരു പകൽ നട്ടുച്ച നേരത്ത് ഒരു മുണ്ടെടുത്ത്, മേൽമുണ്ട് തലയിൽ ശരീരത്തിൽ ഇട്ടുകൊണ്ട് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അവിടെ നിന്ന് നടക്കുന്നുണ്ട്. ലജ്ജാലുവായിരുന്ന റസൂൽ തൻ്റെ ശരീരം പൂർണ്ണമായി മറയ്ക്കാതെ ഒരിക്കൽ പോലും വെളിയിലിറങ്ങാത്ത മഹാനായ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുന്ന് എല്ലാവരും നിദ്ര കൊണ്ടിരിക്കെ നട്ടുച്ചയ്ക്ക് നല്ല വെയിലിൽ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നുണ്ട്, അന്നാറു അശദ്ദു ഹർറ, നരകത്തിന്റെ ചൂട് അതിതീവ്രമാണ് കേട്ടോ. നിങ്ങളിപ്പോൾ അനുഭവിക്കുന്ന ചൂടിനേക്കാൾ തീഷ്ണമാണ് നരകത്തിന്റെ ചൂട് എന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ആ സമൂഹത്തെ ഓർമ്മപ്പെടുത്തുന്നുണ്ട്. പ്രിയപ്പെട്ടവരെ, വിശുദ്ധ ഖുർആൻ നിരന്തരമായി ചോദിക്കുന്നുണ്ട്, ഈ ചൂടിനെ പേടിക്കുന്ന നിങ്ങൾക്ക് നരകത്തെ ഭയമില്ലേ എന്നാണ് അല്ലാഹു തആല ചോദിക്കുന്നത്. ചായ തിളയ്ക്കുമ്പോൾ കൈപിടിത്തുണി ഉപയോഗിച്ച് ചായപാത്രം പിടിക്കുന്നവന് തെറ്റുകൾ ചെയ്യുമ്പോൾ, സ്വഭാവദൂഷ്യങ്ങൾ സംഭവിക്കുമ്പോൾ, അള്ളാഹുവിനോട് തെറ്റുന്ന സന്ദർഭത്തിൽ ആ ചൂട് അവന് ഓർമ്മ വരുന്നില്ല എന്നത് പരലോക ചിന്തയും പരലോകബോധവും നമ്മിൽ നിന്ന് നഷ്ടപ്പെട്ടു പോകുന്നു ആ അർത്ഥത്തിലെങ്കിൽ, പ്രിയപ്പെട്ടവരെ, അവിശ്വാസിയായി മരിക്കാനുള്ള സാധ്യതകൾ ഒരു മുസ്ലിമിന്റെ മുമ്പിൽ അതത്ര വിദൂരമല്ല എന്നാണ് പ്രവാചകൻ പറഞ്ഞത്. പരലോകത്തെക്കുറിച്ച് വിശുദ്ധമായ ഖുർആൻ പറഞ്ഞ ഒരായത്തുണ്ട്, അഫമിൻ ഹാദൽ ഹദീസി തഅജബൂൻ. പരലോകത്തിന്റെ വാർത്തകൾ കേൾക്കുമ്പോൾ നിങ്ങൾ അത്ഭുതപ്പെടുകയാണോ? നരകമെന്ന് കേൾക്കുമ്പോഴും സ്വർഗമെന്ന് കേൾക്കുമ്പോഴും പാരത്രിക ലോകത്തെക്കുറിച്ച് നിങ്ങൾ അത്ഭുതപ്പെടുകയാണോ? വതളഹഖൂൻ, അല്ലാഹു തആല ചോദിക്കുന്നു, നിങ്ങൾക്ക് ചിരി വരുന്നുണ്ടോ? വലാ തബ്കൂൻ, നിങ്ങൾക്ക് കരയാൻ കഴിയുന്ന പോലുമില്ലല്ലോ. വഅൻതും സാമിദൂൻ, നിങ്ങളുടെ ഹൃദയം ഇത്ര കടുത്തുപോയോ എന്ന് അല്ലാഹു സുബ്ഹാനഹു വതആല ചോദിക്കുന്നുണ്ട്. വഅൻതും സാമിദൂൻ, ഒരു പ്രതികരണവും നിങ്ങളിൽ നിന്നും ഉണ്ടാവുന്നില്ലല്ലോ എന്നാണ് ഖുർആൻ ചോദിക്കുന്നത്. അല്ലാഹുമ്മ അത്ഖിനി മിനന്നാർ എന്ന് അലറി പ്രാർത്ഥിക്കുമ്പോഴും യഥാർത്ഥത്തിൽ കേൾക്കാൻ സുഖമുള്ള ഒരു വർത്തമാനമല്ല അല്ലാഹു സുബ്ഹാനഹു വതആല നരകത്തെക്കുറിച്ച് പറഞ്ഞത്. വിശുദ്ധ ഖുർആനിൽ അന്നാറു ഫിൽ ഖുർആൻ, ഖുർആനിലെ നരകം എന്ന വിഷയത്തിൽ നമ്മളൊന്ന് പഠനം നടത്തി നോക്കൂ. വിശുദ്ധ ഖുർആനിലെ ആയത്തുകൾ എടുത്ത് പരിശോധിച്ചാൽ ഒരുപക്ഷെ ബോധ്യമുള്ള, ഈമാനിക ബോധമുള്ള ഒരാളുടെ ഹൃദയത്തെ പൊള്ളിക്കുന്ന വർത്തമാനമാണ് വിശുദ്ധമായ ഖുർആൻ നരകത്തെക്കുറിച്ച് പറയുന്നത്. നരകത്തെക്കുറിച്ച് പറയുന്നിടത്ത് 2 വർത്തമാനങ്ങൾ അല്ലാഹു തആല പറയുന്നുണ്ട്. അതിലൊന്നാമത്തെ വർത്തമാനം, ഈ ലോകത്ത് മനുഷ്യരായി പിറന്ന സകല ആളുകളും നരകത്തിന്റെ സമീപത്ത് എത്തും എന്നത് അല്ലാഹു സുബ്ഹാനഹു വ തആല തറപ്പിച്ചു പറയുന്ന ഒരു വർത്തമാനമാണ്. പ്രവാചകനാവട്ടെ, പ്രമാണിയാവട്ടെ, വിശ്വാസിയാവട്ടെ, അവിശ്വാസിയാകട്ടെ, സമ്പന്നനോ ദരിദ്രനോ ആരുമാകട്ടെ, മനുഷ്യനായി പിറന്ന സകലരും ലതറവുന്നൽ ജഹീം, നിങ്ങൾ നരകത്തെ കാണുക തന്നെ ചെയ്യും. ഇത് ഖുർആനിന്റെ അസന്നിഗ്ധമായ ഒരു വർത്തമാനമാണ്. സുമ്മ ലതറവുന്നഹാ ഐനൽ യഖീൻ, നിങ്ങളുടെ കണ്ണുകൾ കൊണ്ട് നിങ്ങൾ നരകത്തെ കാണുക തന്നെ ചെയ്യും. വിശുദ്ധമായ ഖുർആൻ പറയുന്നത് എല്ലാവരും നരകത്തിന്റെ അടുത്ത് വരുമെന്നാണ്. വഇം മിൻകും ഇല്ലാ വാരിദുഹാ കാന അലാ റബ്ബിക ഹത്മൻ മഖ്ളിയ, നിങ്ങൾ ഓരോരുത്തരും നരകത്തിന്റെ അടുത്ത് വന്നു നിൽക്കും. ഇത് സുനിശ്ചിതമായ റബ്ബിന്റെ ഒരു കോടതിയിലെ വിധി തീർപ്പ് പോലെ
അത്ര സുശക്തമായ വിധിയാണ്. സുമ്മനുനജ്ജില്ലദീന തഖൗ, പിന്നീടാണ് നമ്മൾ തീരുമാനിക്കുന്നത് ആരെ അതിൽ നിന്ന് രക്ഷപ്പെടുത്തണമെന്ന്. നരകത്തെ കാണിച്ചിട്ടേ അല്ലാഹു സുബ്ഹാനഹു വ തആല തീരുമാനമെടുക്കൂ. നരകത്തെ കാണിക്കുക എന്നത് അള്ളാഹുവിന്റെ തീരുമാനമാണ് എന്ന് വിശുദ്ധ ഖുർആനിൽ അല്ലാഹു തആല പറയുന്നു. ആർക്ക് അവിടെ സങ്കേതമാവേണ്ടി വരും? സൂറത്ത് മറിയമിലെ ഈ ആയത്ത് നമ്മൾ വല്ലാതെ ശ്രദ്ധിക്കേണ്ടുന്ന ഒരായത്താണ്. നമ്മുടെ മനസ്സിൽ ഈ ആയത്തുകൾ അസ്പർശ്യമായിട്ടാണ് നമ്മളിങ്ങനെ പാരായണം ചെയ്തു പോകുന്നതെങ്കിൽ, പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അല്ലാഹു തആല നമ്മളോട് പറയുന്നത് നിങ്ങൾ നരകം കാണട്ടെ എന്നാണോ നിങ്ങളുടെ ഭാവം? ലതറവുന്നൽ ജഹീമ സുമ്മ ലതറവുന്നഹ ഐനൽ യഖീൻ, നിങ്ങളത് കാണും കേട്ടോ. വഅൻതും സാമിദൂൻ, അത് നിങ്ങളുടെ ഹൃദയത്തെ സ്വാധീനിക്കാൻ പറ്റിയ ഒരു വർത്തമാനമായി മാറുന്നില്ലേ എന്ന് അല്ലാഹു തആല ചോദിക്കുന്നു. സഹാബ കിറാമുകൾ അവരുടെ ചരിത്രം പരിശോധിച്ചാൽ അബൂ മൈസറ റളിയല്ലാഹു തആല അൻഹു എന്ന സഹാബിയുടെ ചരിത്രം പറയുന്നുണ്ട്. അദ്ദേഹം വീട്ടിൽ പകലന്തിയോളം പണിയെടുത്ത് വിശ്രമിക്കാൻ വേണ്ടി വീട്ടിൽ ചെന്നതാണ്. അദ്ദേഹത്തിന്റെ മുമ്പിൽ ഭക്ഷണം എടുത്തു വെച്ചപ്പോൾ അദ്ദേഹത്തിന് ഭക്ഷണം കഴിക്കാൻ കഴിയുന്നില്ല. രാത്രിയിൽ കിടന്നുറങ്ങാൻ സമയത്ത് അദ്ദേഹത്തിന് ഉറക്കം വരുന്നില്ല. ഉറക്കച്ചടവോടുകൂടി അദ്ദേഹം എഴുന്നേറ്റിരിക്കുന്നു, അസ്വസ്ഥനാവുന്നു. രാത്രി എഴുന്നേറ്റ് കുറെ കഴിഞ്ഞപ്പോൾ അദ്ദേഹം മേങ്ങലടിച്ച് കരയുകയാണ്. അദ്ദേഹത്തിന്റെ ഭാര്യ ചോദിച്ചു, എന്തുപറ്റി താങ്കൾക്ക്? എന്താണ് ഇങ്ങനെ അസ്വസ്ഥനായിട്ടിരിക്കുന്നത്? ഉടനെ അബൂ മൈസറയുടെ ഒരു മറുപടിയുണ്ട്. വിശുദ്ധ ഖുർആനിലെ സൂറത്ത് മറിയമിലെ ഞാൻ ഇപ്പോൾ ഓതിയ ആയത്ത് അദ്ദേഹം ഓതിക്കൊണ്ട് പറയുന്നു, നമ്മുടെ പ്രവാചകന് ഇന്നൊരായത്തിറങ്ങി. വഇൻ മിൻകും ഇല്ലാ വാരിദുഹാ കാന അലാ റബ്ബിക ഹത്മൻ മഖ്ളിയ, നരകത്തിന്റെ സമീപത്ത് മനുഷ്യരെ നിങ്ങൾ എത്തുക എന്നത് അള്ളാഹുവിന്റെ സുനിശ്ചിതമായ തീരുമാനമാണ് എന്ന ആയത്ത് പ്രവാചകൻ ഇറങ്ങി. ഉഖ്ബിർനാ ബി അന്നാ വാരിദുഹാ, നമ്മൾ നരകത്തിന്റെ സമീപത്ത് എത്തും എന്നത് അല്ലാഹു തആല പറഞ്ഞ വർത്തമാനമാണ്. വലം യുഖ്ബിർ അന്നാ ഖാരിജൂന മിൻഹ, ആരാണ് ആ നരകത്തിൽ നിന്ന് പുറത്തു കടക്കുക എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞിട്ടില്ല. എനിക്കെങ്ങനെ ഉറങ്ങാൻ കഴിയും, എനിക്കെങ്ങനെ ഭക്ഷണം കഴിക്കാൻ കഴിയും, എനിക്കെങ്ങനെ ചിരിക്കാൻ കഴിയുമെന്ന് അബൂ മൈസറ റളിയല്ലാഹു തആല അൻഹു ആ ആയത്തിറങ്ങിയ പശ്ചാത്തലത്തിൽ അദ്ദേഹം വീട്ടിൽ വന്ന് തൻ്റെ കിടപ്പിറയിൽ സ്വസ്ഥമായി കിടന്നുറങ്ങാൻ കഴിയാതെ, വിശ്വാസികളുടെ സ്വഭാവത്തെക്കുറിച്ച് ഖുർആൻ പറയുന്നതാണല്ലോ, തതജാഫ ജുനൂബുഹും അനിൽ മലാജിഇ, പരലോകത്തെക്കുറിച്ചുള്ള ചിന്ത അവരുടെ കിടപ്പറകളിൽ നിന്ന് അവരെ പറിച്ചെടുക്കും. വിശ്വാസികൾ ആ അർത്ഥത്തിൽ ആ നരകത്തിന്റെ തീഷ്ണമായ ചൂടിനെ ഖിയാമുൽ ലൈലുകൾ കൊണ്ട് പരിഹരിക്കുന്ന വിശ്വാസികളുടെ സ്വഭാവത്തെക്കുറിച്ച് വിശുദ്ധമായ ഖുർആൻ പറയുന്നുണ്ട്. ബദർ യുദ്ധം കഴിഞ്ഞ് മടങ്ങി വന്ന സന്ദർഭം, സഹാബികളോട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു സന്തോഷ വാർത്ത പറയുന്നുണ്ട്. ലാ യദ്ഖുലുൻ നാറ മൻ ഷഹിദ ബദ്റൻ വ ഹുദൈബിയ, ബദറിലും ഹുദൈബിയയ്ക്കും സാക്ഷ്യം വഹിച്ച ഒരാളും നരകത്തിൽ പ്രവേശിക്കുകയില്ല എന്നത് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ബദരീങ്ങൾക്കും ഹുദൈബിയയിലെ വിശ്വാസികൾക്കും നൽകിയ സന്തോഷകരമായ വാർത്തയാണ്. ഒരിക്കൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഞാൻ അങ്ങനെ പറഞ്ഞിരുന്നു എന്നത് ഒരു വസ്തുതയാണ്, പക്ഷെ ഇപ്പോൾ എനിക്കൊരു തിരുത്തുണ്ട് ആ വാചകത്തിൽ. ഇന്നലെ എനിക്കൊരായത്തിറങ്ങി, വഇൻ മിൻകും ഇല്ലാ വാരിദുഹാ കാന അലാ റബ്ബിക ഹത്മൻ മഖ്ളിയ, എല്ലാവരും നരകത്തിന്റെ അടുത്ത് വരും, പിന്നീടാണ് പടച്ചവൻ തീരുമാനിക്കുന്നത് ആരെ നരകത്തിലിടണമെന്ന്. നരകം കാണിച്ചിട്ട് അതിൻ്റെ സസ്പെൻസിൽ പടച്ചവന്റെ ഒരു തീരുമാനമുണ്ട്. ആ തീരുമാനമാണ് ശരി, അതാണ് ഏറ്റവും വസ്തുതയെന്ന് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അവിടുന്ന് തിരുത്തുന്നുണ്ട്. നരകത്തെക്കുറിച്ച് ഖുർആന്റെ ഒരു വർണ്ണനയുണ്ട്. നരകം എന്ത് എന്ന് പറയാൻ അല്ലാഹു തആല ഉപയോഗിച്ച ഒരു വാചകമുണ്ട്, ഇന്നഹാ ലഇഹ്ദൽ കുബർ, അതൊരു മഹാസംഭവമാകുന്നു എന്നാണ് വിശുദ്ധ ഖുർആന്റെ വർത്തമാനം. നമ്മുടെ ഭാവനയിൽ ഒതുങ്ങാത്ത, നമ്മുടെ സങ്കല്പങ്ങൾക്ക് പിടുത്തം തരാത്ത ഒരു നരകം. നാറുൻ തലല്ലാ, കത്തിക്കപ്പെടുന്ന തീ, തീ തന്നെ സ്വയം കത്തിക്കപ്പെടുന്ന ഒരു പ്രത്യേകമായ അവസ്ഥയായിരിക്കും അത് എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നു. നാറുൻ തലല്ലാ, നാറുൻ ഹാമിയ, ചുട്ടുപഴുപ്പിച്ചുകൊണ്ടേയിരിക്കുന്ന നരകം. ഹാദാ ഫൗജുൻ മുഖ്തഹിം, അതങ്ങനെ ഒരു കോട്ട കണക്കെ ഒടുങ്ങി ഇടുങ്ങി കരിമ്പുക വമിച്ചുകൊണ്ടേയിരിക്കുന്ന ഒരു നരകം. സ്വർഗത്തിന്റെ പദവികൾക്ക് പടവുകൾക്ക് ദറജാത്ത് എന്നാണ് പറയുക. എന്നാൽ നരകത്തിന്റെ
താഴേക്കുള്ള പടികൾക്ക് ദറക്കാത്ത് എന്നാണ് പറയുക. സ്വർഗത്തിന്റെ പദവികൾ മുകളിലേക്കാണെങ്കിൽ നരകത്തിന്റെ തട്ടുകൾ താഴേക്കാണ് എന്ന് വിശുദ്ധമായ ഖുർആൻ സൂചിപ്പിക്കുന്നുണ്ട്. ഇന്നൽ മുനാഫിഖീന ഫിദ്ദർക്കിൽ അസ്ഫലി മിനന്നാർ. വിശ്വാസികളിൽ തന്നെ ദുർബല വിശ്വാസികളായ ആളുകൾ, കപട വിശ്വാസികളായ ആളുകൾ, അവർ നരകത്തിന്റെ അടിത്തട്ടിലായിരിക്കുമെന്ന് പ്രവാചകൻ വിശുദ്ധമായ ഖുർആൻ സൂചിപ്പിക്കുന്നത് അവിടെയാണ്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, തീ എന്ന് പറയുമ്പോൾ നമ്മൾ നമ്മുടെ ഭൗതികമായ നമ്മുടെ ബുദ്ധി ഉപയോഗിച്ച് നമ്മൾ മനസ്സിലാക്കുന്ന ഒരു തീയുണ്ട്. മനുഷ്യനുണ്ടാക്കിയ ഏറ്റവും വലിയ തീ ഏത് എന്ന് പരിശോധിച്ചാൽ ഒരുപക്ഷെ അതിന്ന് ഫലസ്തീനിൽ വീണുകൊണ്ടിരിക്കുന്ന തീയാണ്. ഹിരോഷിമയിലും നാഗസാക്കിയിലും ലക്ഷങ്ങളെ കൊന്നൊടുക്കിയ ഒരു തീയുണ്ട്. ഒരു ആറ്റം വിഭജിക്കപ്പെടുമ്പോൾ പുറത്തേക്ക് വരുന്ന താപത്തിന്റെ അളവ്, അതിനാണല്ലോ മനുഷ്യന് സൃഷ്ടിക്കാൻ കഴിയുന്ന ഏറ്റവും വലിയ തീ അഗ്നി എന്ന് പറയുക. അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നമ്മുടെ ചിന്തകളെ നമ്മുടെ തീയുമായി താരതമ്യപ്പെടുത്തിക്കൊണ്ടാണ് നിങ്ങൾ നരകചിന്തയെ നിങ്ങളുടെ സങ്കല്പങ്ങൾക്ക് നിങ്ങൾ വിട്ടുകൊടുക്കുന്നതെങ്കിൽ പ്രവാചകൻ ഒരു തിരുത്ത് നൽകുന്നുണ്ട്. നാറുക്കുമുല്ലദീ തൂഖിദൂൻ, നിങ്ങൾക്ക് ഭൂമിയിൽ കത്തിക്കാൻ കഴിയുന്ന തീയുണ്ടല്ലോ, ജുസ്അൻ മിൻ 70 ജുസ്അൻ മിൻ നാരി ജഹന്നം, നരകത്തിലെ തീയുടെ 70 മാത്രമാണ് അതിൻ്റെ 69 ഇരട്ടി നിങ്ങൾക്ക് അനുഭവിക്കാൻ കഴിയും നരകത്തിൽ എന്നാണ് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്. നമ്മുടെ ആലോചനകളിൽ ഇത്തരമൊരു നരകത്തെക്കുറിച്ച് നമുക്ക് ഓർമ്മ വരണ്ടേ? മഹാനായ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അവിടുന്ന് മിഅ്റാജിന്റെ രാത്രിയിൽ സ്വർഗനരകങ്ങൾ നോക്കിക്കാണുന്നുണ്ട്. ആയിരക്കണക്കിന് മാലാകമാർ സലാം ചൊല്ലിച്ച് പിഞ്ചിരിയോടുകൂടി സ്വാഗതം ചെയ്തുകൊണ്ട് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ആശീർവദിക്കുന്നുണ്ട് അള്ളാഹുവിൻ്റെ ആ ഗൈബിയായ ലോകത്തേക്ക്. റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മലക്കുകളോട്, ഓരോ മലക്കുകളോടും സലാം പറഞ്ഞ് മുമ്പോട്ട് പോകുന്ന റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഒരു മലക്കിനെ കാണുന്നുണ്ട്. ചിരിക്കാത്ത ഒരു മലക്ക്, മുഖത്ത് വല്ലാത്ത ഗൗരവം തുളുമ്പി നിൽക്കുന്ന ഭീകരമായ രൂപത്തിൽ ഇങ്ങനെ തുറിച്ചു നോക്കി നിൽക്കുന്ന ഒരു മാലാഖ. ജിബ്രീൽ അലൈഹി സ്വലത്തു വസ്സലാമയോട് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ആ സംശയം തീർക്കുന്നുണ്ട്. ജിബ്രീലെ, ആരാണിത്? ഒന്ന് ചിരിക്കുക പോലും ചെയ്യാത്ത മനുഷ്യൻ, എന്തൊരു ഗൗരവഭാവമാണ് അയാൾക്ക്. ജിബ്രീൽ അലൈഹി സ്വലത്തു വസ്സലാം പറയുന്നുണ്ട്, ഇത് നരകത്തിന്റെ കാവൽക്കാരനായിട്ടുള്ള മാലിക്കാണ്. അലൈഹാ മലായികത്തുൻ ഗിലാദുൻ ശിദാദുൻ ലാ യഅസൂനല്ലാഹ മാ അമറഹും. അതിതീഷ്ണമായിട്ടുള്ള പരുക്കൻ സ്വഭാവമുള്ള, അങ്ങേയറ്റത്തെ കഠിന സ്വഭാവമുള്ള മലക്കുകളായിരിക്കും നരകത്തിന്റെ കാവൽക്കാരെന്ന് വിശുദ്ധമായ ഖുർആൻ പറയുന്നുണ്ട്. ലാ യഅസൂനല്ലാഹ മാ അമറഹും. അവരുടെ ഒരു പ്രത്യേകത, അള്ളാഹുവിൻ്റെ ഒരു കൽപ്പനയ്ക്കും അവർ എതിര് പ്രവർത്തിക്കുകയില്ല എന്നതാണ് അവരുടെ പ്രത്യേകത. വിശുദ്ധ ഖുർആൻ നരകത്തെക്കുറിച്ച് നടത്തുന്ന ചില ആയത്തുകൾ എടുത്ത് പരിശോധിച്ചാൽ ഒരുപക്ഷെ ഖത്തമുകൾ ഓതി തീർക്കുന്നതിൻ്റെ ഇടയിൽ ആ ആയത്തുകൾ നമ്മളെ പൊള്ളിക്കുന്നില്ലെങ്കിൽ ആ പാരായണങ്ങൾക്ക് പ്രസക്തിയില്ല എന്നതാണ് ഖുർആനിൻ്റെ ഭാഷ്യം. ഇന്നഹാ ലതർമീ ബിശററിൻ കൽ ഖസ്ർ, കൊട്ടാരങ്ങളെപ്പോലെ ഉയർന്നു പൊങ്ങിക്കൊണ്ടിരിക്കുന്ന തീ. വളില്ലിം മിൻ യഹ്മൂമിൻ ലാ ബാരിദിൻ വലാ കരീം, ഒരു തണുപ്പുമേകാത്ത നിരന്തരം പഴുപ്പിച്ചുകൊണ്ടിരിക്കുന്ന തീ. ഖുൽ നാറു ജഹന്നമ അശദ്ദു ഹർറ, നബിയെ അവരോടൊന്ന് പറഞ്ഞു കൊടുക്കണം, നിങ്ങൾക്ക് സങ്കല്പിക്കാൻ കഴിയില്ല, ഇതൊരു മഹാ അഗ്നിയുടെ പാതാളമാണ്. നരകത്തെക്കുറിച്ച് നമ്മൾ വിസ്മരിക്കുന്ന ഒരു കാര്യം വിശുദ്ധ ഖുർആൻ പറയുന്നുണ്ട്. എങ്ങനെയാണ് ഒരു മനുഷ്യൻ നരകത്തിലെത്തിപ്പെടുന്നത്? സ്വർഗത്തിലേക്ക് എത്തിപ്പെടാൻ അല്ലാഹു സുബ്ഹാനഹു വ തആല നൽകിയ അനുഗ്രഹങ്ങളെ നരകത്തിന് വേണ്ടി ഉപയോഗപ്പെടുത്തിയ മനുഷ്യന് ഏത് അനുഗ്രഹത്തെയാണോ നരകത്തിന് വേണ്ടി ബലി കഴിപ്പിച്ചത്, ആ അനുഗ്രഹങ്ങളുടെയെല്ലാം നരകപ്പതിപ്പുകൾ പരലോകത്തൊരു മനുഷ്യൻ ഏറ്റെടുക്കേണ്ടി വരും എന്ന് വിശുദ്ധ ഖുർആൻ പറയുന്ന ഒട്ടനവധി ആയത്തുകൾ വിശുദ്ധ ഖുർആൻ നമുക്ക് കാണാൻ കഴിയും. ഹലാൽ ഹറാമുകൾ നോക്കാതെ, സ്വർഗത്തെ കാത്തിരിക്കാതെ ഭൂമിയിൽ സ്വർഗം പണിയാൻ നടന്ന മനുഷ്യന് അല്ലാഹു സുബ്ഹാനഹു വ തആല നരകത്തെക്കുറിച്ച് പറയുമ്പോൾ അല്ലാഹു തആല പറയുന്ന ഒരു വർത്തമാനമുണ്ട്. ഏതൊരു കാര്യത്തിന് വേണ്ടിയാണോ നിങ്ങൾ സ്വർഗത്തെ നഷ്ടപ്പെടുത്തിയത്, ആ കാര്യങ്ങളുടെ നരകപ്പതിപ്പുകൾ നിങ്ങൾക്ക് ഞാൻ തയ്യാറാക്കി വെച്ചിരിക്കുന്നു. ലഹരി ആസ്വദിക്കുന്ന മനുഷ്യർക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല തയ്യാറാക്കിയിരിക്കുന്ന നരകത്തിന്റെ ആസ്വാദനത്തെക്കുറിച്ച് വിശുദ്ധ ഖുർആനിൽ കാണാം. അവർക്ക് നാം വസുഖൂ മാഅൻ ഹമീമൻ, അവർക്ക് നാം ചുട്ടുപൊള്ളുന്ന പാനീയങ്ങൾ കുടിക്കാൻ കൊടുക്കും. ഫഖുത്തിഅ അംആഉഹും, അവരുടെ ആമാശയങ്ങൾ
അത് മുഖേന മുറിഞ്ഞു പോകും. നിനക്ക് നല്ല ഭക്ഷണം വേണമായിരുന്നു, ഭൂമിയിൽ അതിനു വേണ്ടി ഹലാൽ ഹറാമുകൾ നോക്കാതെ ഭക്ഷണം തേടി അലയുകയായിരുന്നു നീ കയറി വരണം, നിനക്ക് നല്ല ഭക്ഷണം ഞാൻ ഒരുക്കിയിട്ടുണ്ട്. ഇന്ന ഷജറത്തസ്സഖൂം തആമുൽ അസീം കൽമുഹ്ലി യഗ്ലി ഫിൽ ബുതൂൻ കഗലിയൽ ഹമീം. നിനക്ക് സഖൂം കഴിക്കാൻ തരും, അത് വൃത്തികെട്ടവന്റെ ഭക്ഷണമാകുന്നു. തആമുൽ അസീം, അത് തെമ്മാടിയുടെ ഭക്ഷണമാകുന്നു. കൽമുഹ്ലി യഗ്ലി ഫിൽ ബുതൂൻ, നിന്റെ ആമാശയവും വയറും ഒരുപോലെ ഉരുക്കിക്കളയും. കഗലിയൽ ഹമീം, പേടിക്കണ്ട, നിനക്ക് ഭക്ഷണം മാത്രമല്ല ഒരുക്കിയിട്ടുള്ളത്, നിനക്ക് സുഖശീതളമായി കുടിക്കാനും കുളിക്കാനുമുള്ള സംവിധാനം ഞാൻ ഒരുക്കിയിരിക്കുന്നു. യുസബ്ബു മിൻ ഫൗഖി റൂസിഹിമുൽ ഹമീം. നരകത്തിന്റെ പതിപ്പായി അല്ലാഹു തആല കുളിക്കാൻ വേണ്ടി സംവിധാനം ഏർപ്പെടുത്തിയതിനെ കുറിച്ചാണ് അല്ലാഹു തആല ആയത്തിൽ പറയുന്നത്. പഴുത്ത ചൂടുവെള്ളം അവരുടെ തലയിലേക്ക് പെയ്തിറങ്ങും. നിനക്ക് വസ്ത്രം വേണമായിരുന്നു അല്ലേ? ഞാൻ മറയ്ക്കാൻ പറഞ്ഞത് മറയ്ക്കാതെ ആഡംബര പ്രിയനായി ജീവിച്ച നീ ദുനിയാവിൽ നിനക്ക് ആവശ്യമാവുന്നത്ര ആഡംബരങ്ങളിൽ നീ ജീവിച്ചു. മോടി കാണിക്കാൻ, ആധിപത്യം കാണിക്കാൻ നീ ഉടുത്ത ഉടയാളകളും നീ ഉടുത്ത മേലങ്കികളും നീ നരകത്തിലേക്ക് വരൂ, നിനക്ക് ഞാൻ തുന്നി വെച്ചിരിക്കുന്നു. സറാബീലുഹും മിൻ ഖത്റാൻ, ടാറ് കൊണ്ടുള്ള പാൻസ് നിനക്ക് ഞാൻ ഒരുക്കി തരും. ഖുത്തിഅത് ലഹും സിയാബും മിൻ നാർ, തീ കൊണ്ടുള്ള വസ്ത്രം അവർക്ക് വേണ്ടി അല്ലാഹു സുബ്ഹാനഹു വ തആല മുറിച്ചു വെച്ചിരിക്കുന്നു എന്ന് ഖുർആനിൽ അല്ലാഹു തആല ഈ ആയത്ത്, നരകത്തിന്റെ ആയത്തുകൾ പറയുന്നിടത്ത് അല്ലാഹു തആല സൂചിപ്പിക്കുകയാണ്. നിനക്ക് കേറിക്കിടക്കാൻ വലിയ എടുപ്പുകൾ, മണിമാളികകൾ വേണമായിരുന്നു, നിനക്ക് ഞാൻ പുതപ്പും എടുപ്പും കട്ടിലുകളും ഒരുക്കി വെച്ചിരിക്കുന്നു. ലഹും മിൻ ഫൗഖിഹിം ളുലലും മിനൻ നാരി. വിശുദ്ധമായ ഖുർആൻ ആ ആയത്തുകൾ ഇങ്ങനെ പറയുന്നത് കേട്ടാൽ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, മുഫസ്സിറുകൾ ഈ ആയത്തുകൾക്ക് കീഴെ എഴുതി വെച്ചിട്ടുണ്ട്, നരകത്തിന്റെ ആയത്തുകൾ കേൾക്കുമ്പോൾ അതിൽ നിന്ന് കാവൽ ചോദിക്കേണ്ടതുണ്ട്. കാവൽ ചോദിക്കാൻ മാത്രം ഭീകരമാണ് നരകത്തിന്റെ ദൃശ്യങ്ങൾ എന്ന് മഹാന്മാരായ മുഫസ്സിറുകൾ ഈ ആയത്തുകളുടെ കീഴെ രേഖപ്പെടുത്തുന്നുണ്ട്. മരിക്കാതിരിക്കുക എന്നത് നമ്മുടെ ആഗ്രഹമാണ്. മരിക്കാതിരിക്കാൻ നമ്മൾ എന്തൊക്കെ ചെയ്യും? ഞാൻ മരിക്കാൻ പോകുന്നു എന്ന തോന്നൽ മറ്റുള്ളവർക്ക് തോന്നാതിരിക്കാൻ വേണ്ടി നമ്മൾ എന്തൊക്കെ ചെയ്യും? നരച്ച മുടികളെ പരമാവധി ചായമണിഞ്ഞ്, ചെഞ്ചായമണിഞ്ഞ്, കറുപ്പണിഞ്ഞ് നമ്മളതിനെ വളരെ സൂക്ഷ്മതയോടുകൂടി നാം നിലനിർത്തും. സുന്നത്തായ താടിയെ വടിച്ചു കളയാൻ നമുക്ക് യാതൊരു മടിയുമില്ല. കാരണം ഞാൻ മരിക്കുകയാണ് എന്നാരും തോന്നരുത്, ആർക്കും തോന്നാൻ പാടില്ല. അല്ലാഹു സുബ്ഹാനഹു വ തആല ഓർമ്മപ്പെടുത്തുന്നു, നമ്മൾ സ്വർഗത്തെ നഷ്ടപ്പെടുത്തിയത് ഏത് താൽക്കാലികമായ സുഖത്തിന് വേണ്ടിയാണോ അതിൻ്റെ നരകപ്പതിപ്പുകൾ അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് വേണ്ടി നൽകും. മരിക്കാതിരിക്കുക എന്നത് ദുനിയാവിലെ ആഗ്രഹമാണ്. പക്ഷേ ഒരു മനുഷ്യൻ മരിച്ചു കിട്ടാൻ ആഗ്രഹിക്കുന്ന ലോകമാണ് നരകത്തിൻ്റെ ലോകമെന്ന് വിശുദ്ധ ഖുർആൻ പറയുന്നുണ്ട്. പക്ഷേ മരിക്കുക എന്ന ആഗ്രഹം അവിടെ നടപ്പില്ല. സുമ്മ ലാ യമൂതു ഫീഹാ വലാ യഹ്യ, അവിടെ മരണമില്ല, ജീവിതമില്ല എന്ന് അല്ലാഹു തആല പറയുന്നുണ്ട്. ഒന്ന് മരിച്ചു കിട്ടിയിരുന്നെങ്കിൽ ആഗ്രഹിക്കാൻ പോലും മനുഷ്യന് സാധ്യമല്ലാത്ത വിധം വിശുദ്ധ ഖുർആൻ പറയുന്നുണ്ടല്ലോ, വയഅതീഹിൽ മൗതു മിൻ കുല്ലി മകാൻ, എല്ലാ ഭാഗത്തു നിന്നും അവൻ്റെ നേരെ മരണം വരും. വമാ ഹുവ ബിമയ്യിത്തിൻ, അവനൊരിക്കലും മരിക്കാൻ സാധ്യമല്ല. വലിയ തന്ത്രങ്ങൾ പയറ്റിയിട്ടാണ് നീ നിന്റെ ബിസിനസ് കെട്ടിപ്പടുത്തത്. അവനെ ഇടിച്ചു വീഴ്ത്തി, അവനെ പിടിച്ചു വഞ്ചിച്ച്, അവനെ താഴെ ഇറക്കി അധികാരം നിലനിർത്തി. നീ അവിടെയും അത് ശ്രമിക്കാനുള്ള സാധ്യതയുണ്ട്. നരകലോകത്തും നീ അതിന് ശ്രമം നടത്തും. അല്ലാഹു തആല പറയുന്നു, വലഹും മഖാമിഉ മിൻ ഹദീദ്, ഇരുമ്പിന്റെ ചങ്ങലകളിൽ അവനെ പിടിച്ച് അല്ലാഹു സുബ്ഹാനഹു വ തആല മുറുക്കും. മുഖറനീന ബിൽ അസ്വാദ്, ചങ്ങലകളിൽ അല്ലാഹു തആല നരകലോകത്ത് മനുഷ്യനെ കെട്ടിപ്പൂട്ടും. പ്രിയപ്പെട്ടവർ, ഇതൊക്കെ കേൾക്കുമ്പോൾ ഏതോ മാന്ത്രികമായ ഒരു ലോകത്ത് ഏതോ കോടാനുകോടി വർഷങ്ങൾക്കപ്പുറത്ത് സംഭവിക്കാനിരിക്കുന്ന ഒരു ലോകമായി നമ്മൾ നരകത്തെ കാണുന്നു. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നരകത്തെ ഉൾക്കൊള്ളാൻ മാത്രമുള്ള മനുഷ്യരുടെ വലിപ്പത്തെക്കുറിച്ച് വിശദീകരിക്കുന്ന സ്വഹീഹായ ഹദീസുകളിൽ കാണാം, നരകത്തിലേക്ക് എത്തിച്ചേരുന്ന മനുഷ്യന് ഭീമാകാരമായ വലിപ്പം അല്ലാഹു സുബ്ഹാനഹു വ തആല നൽകും. ഈ പ്രപഞ്ചത്തിന്റെ വലിപ്പം അറിഞ്ഞ സുനിത വില്യംസിനോട് ചോദിച്ചാൽ മതി, പടച്ച തമ്പുരാൻ തയ്യാറാക്കി വെച്ചിരിക്കുന്ന നരക സ്വർഗലോകങ്ങളുടെ വ്യാപ്തി ഈ പ്രപഞ്ചത്തെക്കാൾ എത്ര ഭീകരമായിരിക്കുമെന്ന്. മഹാനായ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു, മനുഷ്യർക്ക് ഭീകരമായ രൂപം അല്ലാഹു നൽകും. ഒരു ഹദീസിൽ കാണാം,
നരകാവകാശിയായ ഒരു മനുഷ്യന്റെ പല്ലിന്റെ വലിപ്പം. ഞാൻ പറയുന്നത് ഇത് വെളിയിൽ യൂട്യൂബിലൂടെ ഇതൊക്കെ പ്രസംഗിച്ചാൽ ഇതൊക്കെ ആളുകൾക്ക് ട്രോളാനും ഇതൊക്കെ പരിഹസിക്കാനുമുള്ള ഒരു പരിഹാസമായിട്ടുള്ള ഏതോ സുവിശേഷമായിട്ടായിരിക്കും ഒരുപക്ഷെ സമൂഹം ഇതിനെ കാണുക. വിശ്വാസി സമാജം മാത്രമുള്ള പള്ളിയിൽ നമ്മുടെ ഈമാൻ വർദ്ധിക്കുന്നതിന് വേണ്ടി ഇത്തരം ഹദീസുകൾ നമ്മൾ പാരായണം ചെയ്യേണ്ടതുണ്ട്, നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. പ്രവാചകൻ പറയുന്നു, നരകാവകാശിയായ ഒരു മനുഷ്യന്റെ പല്ലിന്റെ വലിപ്പം ഉഹുദ് മലയ്ക്ക് സമാനമാണ് എന്ന് സഹീഹായ ഹദീസുകളിൽ കാണാം. ഉഹുദ് മല കണ്ടവർക്കറിയാം 7 കിലോമീറ്റർ നീളമാണ് ഉഹുദ് മലയുടെ വലിപ്പം. 32 പല്ലിന്റെ വ്യാപ്തിയെക്കുറിച്ചല്ല പറഞ്ഞത്, നരകാവകാശിയായ ഒരു മനുഷ്യന്റെ പല്ലിന്റെ വലിപ്പം റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം വിശദീകരിക്കുന്നുണ്ട്. അല്ലാഹു തആല ചോദിക്കുന്നു, അഫമിൻ ഹാദൽ ഹദീസി തഅജബൂൻ, ഈ വർത്തമാനങ്ങൾ കേട്ടിട്ട് നിങ്ങൾക്ക് അവിശ്വസനീയമായി തോന്നുന്നുണ്ടോ? വതൽഹഖൂന വലാ തബ്കൂൻ, നിങ്ങൾക്ക് ട്രോളാൻ തോന്നുന്നുണ്ടോ? വലാ തബ്കൂൻ, നിങ്ങളൊന്ന് കരയുന്നത് പോലുമില്ലല്ലോ. വഅൻതും സാമിദൂൻ, ഈ നരകത്തിന്റെ വർത്തമാനങ്ങളും നരക ആയത്തുകളൊന്നും നിങ്ങളുടെ ജീവിതത്തിൽ സ്വാധീനം ചെലുത്താൻ നിങ്ങൾക്ക് കഴിയുന്നില്ലേ? നമസ്കാരത്തിന് ശേഷം അല്ലാഹുമ്മ അത്ഖിനി മിനന്നാർ എന്നും അല്ലാഹുമ്മ അർഹംനി യാ അർഹമർ റഹീമീൻ എന്നും അല്ലാഹുമ്മ ഗ്ഫിർലി ദുനൂബി യാ റബ്ബൽ ആലമീൻ എന്നും അന്തരീക്ഷം മുഴുക്ക 3 പ്രാവശ്യം ഒരു ചടങ്ങ് നിർവഹിക്കുന്നത് പോലെ ഇതൊക്കെ നിർവഹിച്ചു കഴിഞ്ഞാൽ നിങ്ങളുടെ നരക വിമുക്തി നിങ്ങൾക്ക് ഉറപ്പിക്കാൻ കഴിയുമെന്നാണോ? പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നരകത്തിൽ നിന്ന് രക്ഷിക്കേണ്ടത്, നരകത്തിൽ നിന്ന് രക്ഷ തേടേണ്ടുന്നത് നമ്മുടെ മാത്രം ഉത്തരവാദിത്തമാണ്. പരലോകബോധം ആ അർത്ഥത്തിൽ നമ്മൾ മതിക്കേണ്ടിയിരിക്കുന്നു. ആൾക്കൂട്ടത്തിനിടയിലാണ് നമ്മൾ ജീവിക്കുന്നത്. ഈ പള്ളിയിലിരിക്കുമ്പോൾ നമ്മൾ തലകറങ്ങി വീണാൽ പോലും നമുക്കൊരു ബോധ്യമുണ്ട്, എന്നെ എടുക്കാൻ ഒരാൾക്കൂട്ടമുണ്ടല്ലോ എന്ന്. വിശുദ്ധ ഖുർആൻ പറയുന്നു, ആൾക്കൂട്ടമായിരിക്കില്ല നിങ്ങൾക്ക് പരലോകത്തുണ്ടാവുക. യൗമ യഫിറുൽ മർഉ മിൻ അഖീഹി വ ഉമ്മിഹി വ അബി വസാഹിബതിഹി വ ബനി ലികുല്ലി ഇംറിഇൻ മിൻഹും യൗമഇദിൻ ശഅ്നുൻ യുഗ്നി. മാതാപിതാക്കൾ മക്കളിൽ നിന്ന്, മക്കൾ മാതാപിതാക്കളിൽ നിന്ന്, സഹോദരീ സഹോദരങ്ങൾ പരസ്പരം മാറി നടക്കുന്ന കാഴ്ച. എനിക്കാരെയും കാണണ്ട, എൻ്റെ കാര്യത്തെക്കുറിച്ച് മാത്രം ആലോചിച്ചു കൊണ്ടിരിക്കുന്ന ഭാര്യ ഭർത്താക്കന്മാർ. വിശുദ്ധ ഖുർആൻ പറയുന്നു, കുല്ലുൻ ആതീഹി യൗമൽ ഖിയാമത്തി ഫർദ, എല്ലാ മനുഷ്യരും ഒറ്റയ്ക്കായിരിക്കും പരലോകത്ത് എത്തിച്ചേരുക. നമ്മുടെ മക്കളോട്, നമ്മുടെ കുടുംബത്തോട് നരകത്തിന്റെ വ്യാപ്തിയെക്കുറിച്ചും ആഴത്തെക്കുറിച്ചും നമ്മൾ നിരന്തരം ബോധവൽക്കരിച്ചുകൊണ്ടേയിരിക്കണം. മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അവിടുന്ന് ഒരിക്കൽ പ്രിയപ്പെട്ട മകൾ ഫാത്തിമയെ വിളിച്ച് പറയുന്നുണ്ട്, മോളെ ഫാത്തിമ, എൻ്റെ സമ്പത്തിൽ നിന്ന് നിനക്ക് ചോദിക്കാം, എൻ്റെ കുടുംബത്തിലുള്ള എൻ്റെ വസ്തുവകകളിൽ നിന്ന്, എൻ്റെ വീട്ടിലുള്ള വസ്തുവകകൾ നിനക്ക് ചോദിക്കാം. പക്ഷേ നിന്റെ നരകത്തിന്റെ വിഷയത്തിൽ എനിക്ക് നിന്നെ രക്ഷിക്കാൻ കഴിയില്ല. നിന്റെ നരകത്തിന്റെ കാര്യത്തിൽ നീ നിന്നെ തന്നെ സൂക്ഷിച്ചോളണമെന്ന് മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പ്രിയപ്പെട്ട മകളെ ഓർമ്മപ്പെടുത്തുന്നുണ്ട്. വലൈസലിൽ ഇൻസാനി ഇല്ലാ മാ സഅ, മനുഷ്യന് അവൻ അധ്വാനിച്ചത് മാത്രമാണുള്ളത്. നമ്മൾ വിചാരിക്കുന്നത് നമ്മൾ മരണപ്പെട്ടതിന് ശേഷം നമുക്ക് വേണ്ടി 70,000 ദിക്റുകൾ ഓതി അങ്ങനെ ലാ ഇലാഹ ഇല്ലല്ലയെ ഒരു അധരവ്യായാമം കൊണ്ട് അങ്ങനെ തീർത്ത ഒരു ബഹളങ്ങളിൽ നമുക്കങ്ങനെ രക്ഷപ്പെട്ടു പോകാം എന്ന് നമ്മൾ കരുതുന്നോളം വലിയ അബദ്ധം പ്രിയപ്പെട്ട സഹോദരങ്ങളെ നമുക്ക് സംഭവിക്കാനില്ല. റമളാൻ നമ്മിൽ നിന്ന് വിട പറഞ്ഞു പോകുമ്പോൾ സങ്കടമാണ്. യഥാർത്ഥത്തിൽ വലിയ മനോവ്യതയോടുകൂടിയാണ് നമ്മൾ ഈ റമളാനിന്റെ യാത്രയാക്കുന്നതെങ്കിൽ പോലും റമളാനിൽ അമലുകൾ കൊണ്ട് നേടിയെടുത്ത പരലോക വിശ്വാസത്തെക്കുറിച്ചുള്ള ആ ആത്മവിശ്വാസം, പരലോക ചിന്തയെക്കുറിച്ചുള്ള ആത്മവിശ്വാസം നമ്മിൽ എത്ര വർദ്ധിപ്പിക്കാൻ കഴിഞ്ഞു എന്ന ചിന്തയാണ് ഇനിയുള്ള മണിക്കൂറുകളിൽ നമ്മൾ ഉണ്ടാവേണ്ടുന്നത്. ആ അർത്ഥത്തിൽ റമളാനിനെ ഏറ്റവും ഹൃദ്യമായ നിലയിൽ അതിന് വിട ചൊല്ലാൻ, ഒരുപാട് റമളാനുകൾ ജീവിതത്തിൽ സംഭവിക്കുന്നതിനായി നോമ്പ് നോറ്റിരിക്കാൻ റബ്ബ് സുബ്ഹാനഹു വ തആല നമ്മെവരെയും അനുഗ്രഹിക്കുമാറാവട്ടെ. നരകത്തിന്റെ ഭീകര ശിക്ഷയിൽ നിന്ന് നമ്മെയും നമ്മുടെ കുടുംബത്തെയും നമ്മുടെ സന്താനങ്ങളെയും സന്താന പരമ്പരകളെയും പടച്ചതമ്പുരാൻ കാത്തുരക്ഷിക്കുമാറാവട്ടെ. അഖൂലു ഖൗലി ഹാദാ അസ്തഗ്ഫിറുല്ലാഹൽ അലീം ലി വലക്കും വസ്തഗ്ഫിറു ഇന്നഹു ഹുവൽ ഗഫൂറുർ റഹീം.